കിടാങ്ങളെ. മാത്തുക്കുട്ടി, നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ? അറിയാം. പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ. കണ്ടാൽ എത്ര യോഗ്യൻ. നീ ആ കണ്ണുകളൊന്ന് അടച്ചേ. എന്തിനാച്ചോ? കണ്ണുകൾ അടച്ച് നിന്റെ ശത്രുക്കളെ എല്ലാം ഒന്ന് മനസ്സിൽ കണ്ടേ. ആ, ഇനി പറയാ. ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പറയണോ? പിന്നെ ഞാൻ പറയണോ? ഞാൻ പറയാം. ആ, എന്നാ പറയും. ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, നല്ല വ്യക്തമായി ഉറക്കെ പറയണം. ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മോ സാക്ഷാൽ കർത്താവ് ഈശോ മിശിഹായ്ക്ക് പോലെ ഉണ്ടായിക്കാണില്ല ഇത്രയും പരീക്ഷണങ്ങളും പീഡനങ്ങളും. എന്തായാലും ഇച്ചാന്റെ മുഖത്ത് ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. പണ്ട് ആളുകളെ ഞാൻ അടിച്ചിടുമ്പോ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പെണ്ണാ നീ. നിനക്ക് ഇത് എന്നാ പറ്റി കൊച്ചെ, എന്നെ കൊണ്ട് ഈ കുരിശടിപ്പിക്കാൻ? ഓരോരോ സ്വപ്നങ്ങൾ കാണുമ്പോ ഞെട്ടി ഉണരുക. കണ്ണടച്ച കാണുന്നത് തലയും കൈയും ഒക്കെ വേർപെട്ട് കിടക്കുന്ന വേണ്ട, ഇനി ഒന്നിനും. ശരി, നിർത്തി. നീ നിർത്താൻ പറഞ്ഞ നിർത്താനേ ഉള്ളൂ ഈ മാത്തുക്കുട്ടി. അതാ എന്റെ പോളിസി. ഫാദർ റോസമ്മേ, ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഇവൻ വളരെ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛോ? എങ്ങോട്ടിറങ്ങാൻ? ഇനി നീ യേശുവിന്റെ മകനാണ്. യേശുവിന്റെ മോൻ. റോസമ്മേ, ഒരു 2 മാസം ഇവൻ ഇവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ. 2 മാസം. പ്രൈസ് ദി ലോർഡ്. പറയൂ ബ്രദർ. മാത്തുക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ഒരുത്ത കാറുമാട്ടിന്റെ പുറകെ നടക്കുക. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. വല്ല കൊട്ടേഷൻ പാർട്ടിയും ആയിരിക്കും. ആണെങ്കിൽ എന്താ, 4 ചക്രവും വാങ്ങി ഇവിടെ വന്ന് ലാവിഷായിട്ട് ധാന്യം കൂടിക്കൂട്. അവരെങ്ങാനും ഇതിനകത്ത് കയറിയ തന്റെ കണ്ണുകുത്തി പൊട്ടിക്കും. മാത്തുക്കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? പോടാ ബ്രദർ. ആ വിട്ടോ വിട്ടോ, പുറത്തോട്ട് വിട്ടോ. മാത്തുക്കുട്ടിയെ കാണാൻ ചെന്ന കണ്ണു പോവും. ആ പിന്നെ റോസമ്മ പറഞ്ഞതാണ് കേട്ടോ. യേശുവിന്റെ നാമം വാഴ്ത്തുവിൻ. Praise the Lord. 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 Praise the Lord.